നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പട്ടത്ത് കോൺഗ്രസ് ഇന്ന് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യും. നേരത്തെ മലപ്പട്ടം അടുവാപ്പുറത്ത് കോൺഗ്രസ് സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെയും സംയുക്ത സ്തൂപം CPI പ്രവർത്തകർ തകർക്കുകയും പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയുണ്ടായി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമാധാന സന്ദേശയാത്ര CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിലാണ് കലാശിച്ചത്. ജൂൺ 5-ാം തീയതി സ്തൂപം അനാച്ഛാദനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും തെന്നല ബാലകൃഷ്ണൻ പിള്ളയുടെ മരണത്തെ തുടർന്ന് പരിപാടി മാറ്റിവെച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം, വിമാന സർവീസുകൾ വീണ്ടും റദ്ദാക്കി. യാത്രക്കാർ ദുരിതത്തിൽ. ഇറാന്റെ ഖത്തർ ആക്രമണത്തെ തുടർന്ന് വീണ്ടും വിമാന സർവീസുകൾ റദ്ദാക്കി. നേരത്തെ ഖത്തർ വ്യോമപാത തുറന്നു നൽകിയെങ്കിലും വീണ്ടും അടയ്ക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തിരുവനന്തപുരം, ഷാർജ, മസ്കറ്റ്, ദമാം, ദുബൈ സർവീസുകളാണ് റദ്ദാക്കിയത്. പുലർച്ചെ സർവീസ് നടത്തേണ്ടതായിരുന്നു ഇവ. ദോഹയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കുവൈറ്റിലേക്കുള്ള കുവൈറ്റ് എയർവേസ് സർവീസുകൾ, ഷാർജയിലേക്കുള്ള ഇൻഡിഗോ സർവീസുകളും റദ്ദാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ചില സർവീസുകൾ ആരംഭിച്ചിരുന്നെങ്കിലും വീണ്ടും നിർത്തലാക്കുകയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് KSRTC ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിലിടിച്ചു. 5 കുട്ടികൾക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. ആലങ്കോട് ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 5 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇസ്രയേലും ഇറാനും സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായി. ഡൊണാൾഡ് ട്രംപ് യുദ്ധം 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുമെന്നും 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ തീരുമാനം മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി. ടെഹ്റാനിലും കറാച്ചിയിലും റാഷ്ദിയിലും വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി. നന്ദി പറയാൻ ഇന്ന് മണ്ഡല പര്യടനം. ഷൗക്കത്ത് പാണക്കാടുമെത്തും. നിലമ്പൂരിൽ തകർപ്പൻ വിജയം നേടിയതിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറയാനായി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് മണ്ഡല പര്യടനം നടത്തും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മണ്ഡല പര്യടനം. രാവിലെ 9:30 ഷൗക്കത്ത് പാണക്കാടെത്തി സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. വോട്ട് ചോർച്ചയെക്കുറിച്ച് ആഴത്തിൽ പരിശോധന നടത്താനാണ് CPMന്റെയും BJPയുടെയും തീരുമാനം. പോത്തുകല്ല് ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നത് CPMനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിച്ചതോടെ UDF പ്രവേശനം എളുപ്പമാകും എന്ന പ്രതീക്ഷയിലാണ് PV അൻവർ.